എൻ്റെ പേര് ഫസൽ. 18 വയസ്സുള്ള ഒരു പാവം പയ്യൻ. ഇപ്പോൾ +2 പഠിക്കുന്നു. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ്. ഇവിടെ വല്യമ്മയും മാമനും മാമൻ്റെ ഭാര്യയും. വല്യമ്മയ്ക്ക് തീരെ വയ്യാതെയാണ്. ഫുൾ സമയം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ്. മാമ ഒരു 30 വയസ്സ് പ്രായമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. മാമ ഗൾഫിലാണ്. പോയിട്ട് 6 മാസം ആയിട്ടുള്ളൂ. പിന്നെയുള്ളത് എൻ്റെ മാമി, കഥയിലെ നായിക. 21 വയസ്സ് പ്രായം. മാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രായത്തിലും കൂടുതൽ കുറച്ച് വളർച്ചയുണ്ട് എല്ലാത്തിനും. ആരും കണ്ടാലും ഒന്ന് ആഗ്രഹിച്ചു പോവും. ശരിക്കു പറഞ്ഞാൽ സിനിമ നടി അനുസിത്താരെ പോലെ തന്നെ. അങ്ങനെ നേരം വെളുത്തു. രാവിലെ TV-യിൽ ഒച്ച കേട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. പതിയെ ഉറക്കച്ചടവോടെ ഹോളിലേക്ക് ചെന്നു. സോഫയിൽ കാലൊക്കെ കയറ്റി വെച്ചിരിക്കുന്ന മാമിയെ കണ്ടപ്പോൾ ഞാൻ ആദ്യമൊന്ന് നോക്കി. മാമി TV കാണുകയാണ്. എന്നെ കണ്ടപ്പോൾ അടക്കിയൊരു ചിരിയോടെ മാമി പറഞ്ഞു, ആഹാ, സാർ എഴുന്നേറ്റോ? നല്ല ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാവുമല്ലേ? ഞാൻ മാമിയുടെ കളിയാക്കൽ കാര്യമാക്കാതെ നേരെ ബാത്റൂമിലേക്ക് നടന്നു. വീട്ടിലകത്ത് ആകെ ഒരു ബാത്റൂമേ ഉള്ളൂ. അത് മാമിയുടെ റൂമിലുമാണ്. നേരെ പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായി ഞാൻ വന്നു. അപ്പോൾ മാമി അടുക്കളയിലേക്ക് പോയിരുന്നു. എനിക്ക് ഇവിടെ ഇരുന്ന് കാണാമായിരുന്നു മാമി അവിടെ ഇരുന്ന് തേങ്ങ ചിരകുന്നത്. പെട്ടെന്ന് എൻ്റെ കണ്ണ് മാമിയിലേക്ക് പോയി. പൊതുവെ നല്ല ടൈറ്റുള്ള ഡ്രസ്സാണ് മാമി ഇടാറുള്ളത്. അത് കാരണം എല്ലാം കാണുന്നുണ്ട്. ആദ്യമായാണ് ഞാൻ മാമിയെ ഇങ്ങനെ നോക്കുന്നത്. എൻ്റെ ഉള്ളിൽ എന്തോ വന്നതുപോലെ എനിക്ക് തോന്നി. എൻ്റെ ആൾ തല പൊക്കാനും തുടങ്ങി. എന്നെ നോക്കി തലയിലൊരു തട്ടും തന്നിട്ട് മാമി അടുക്കളയിലേക്ക് തന്നെ പോയി. എനിക്ക് മാമിയോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി. ഞാനത് മാമിയുടെ തിരിഞ്ഞുള്ള നടത്തം കണ്ട് അങ്ങ് തീർത്തു. ഞാൻ ടേബിളിലിരിക്കുന്ന ഫുഡൊക്കെ എടുത്ത് കഴിച്ച ശേഷം ഒന്ന് നടക്കാനായി പുറത്തേക്കിറങ്ങി. മാമി എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ഹസു, ഒന്ന് മാമിക്ക് കടയിൽ പോയി താകൂട്ടാ. ആ, പോവാലോ. എന്ത് വാങ്ങാനാ? ഞാൻ ചോദിച്ചു. അത് ആ ശിവൻ ചേട്ടനില്ലേ, അയാളുടെ തയ്യക്കടയിൽ മാമി ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാങ്ങിക്കൊണ്ട് വാ മോൻ. മാമി എന്തിനാപ്പോ തയ്ച്ച ഡ്രസ്സ് ഇടുന്നത്? റെഡിമെയ്ഡ് മേടിച്ചാൽ പോരെ? ഞാൻ ചോദിച്ചു. എടാ, ഇത് ഞാൻ വാങ്ങിച്ചതല്ലടാ പൊട്ട, എൻ്റെ ഉമ്മ വാങ്ങിക്കൊണ്ട് വന്നതാ. ഉമ്മ പറയുന്നു ഞാനിപ്പോൾ പഴയതുപോലെ അല്ലെന്ന്. എൻ്റെ അളവൊന്നും ഉമ്മക്ക് അറിയില്ല എന്ന്. മാമി ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് കേട്ട് ഞാൻ മാമിയൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, ആ ശരിയാ, ആളാക്കൊന്ന് തടിച്ച് സെറ്റായിട്ടുണ്ട്. ആരെങ്കിലും കൊത്തിക്കൊണ്ടു പോയാൽ നോക്കിക്കോ. ഞാൻ പറഞ്ഞു. നീ കളിയാക്കുവാനോടാ എന്നെ? പഴയ ഭംഗിയൊക്കെ എൻ്റെ പോയോടാ? മാമി വിഷമിച്ച മുഖവുമായി എന്നോട് ചോദിച്ചു. ഏയ്, മാമി ഭയങ്കര സുന്ദരിയല്ലേ? ഇപ്പോഴാ ശരിക്കുമൊന്ന് മിനിങ്ങിയത്. അനുസിത്താരെ പോലെ തന്നെയുണ്ട് കാണാൻ. മാമി അത് കേട്ട് ചിരിച്ചുകൊണ്ട് തലയിൽ തട്ടിയിട്ട് പറഞ്ഞു, അയ്യോ, അത്രയ്ക്കൊക്കെ മോശമായോ? അതും പറഞ്ഞ് മാമി അകത്തേക്ക് ഓടിക്കേറി. അകത്തു നിന്നും ഉറക്കെ പറഞ്ഞു, പൈസ ഞാൻ ആളുടെ കൊടുത്തിട്ടുണ്ട്, മോൻ വാങ്ങിച്ചു പോയിട്ട്. എനിക്ക് മാമിയോട് പ്രത്യേകിച്ചൊന്നും തന്നെ തോന്നിയില്ല. കാരണം ഞാനും മാമിയും പണ്ട് ഭയങ്കര കമ്പനിയായിരുന്നു. എന്തും ഓപ്പണായി സംസാരിക്കുന്ന കൂട്ടത്തിലാ മാമി, പ്രത്യേകിച്ച് എന്നോട്. കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ മാമിക്ക് ഇത്ര കമ്പനിയായിട്ട്. ഞാൻ കടയിലേക്ക് പോയി തയ്ച്ചതൊക്കെ വാങ്ങി തിരിച്ചു വന്നു. അപ്പോഴേക്കും മാമി പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ പോയിരുന്നു. റൂം അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അകത്തേക്ക് കയറി ഡ്രസ്സ് ബെഡിൽ വെച്ചു. ബെഡിൽ മാമി ഒരു മാക്സി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മാമിയോട് ഉറക്കെ പറഞ്ഞു, മാമി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ, മോൻ പോയി TV കണ്ടോ? മാമി ദാ വരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരിടം വരെ പോകാനുണ്ട്. ഞാൻ ആന്നും പറഞ്ഞ് റൂം അടച്ച് പുറത്തേക്കിറങ്ങി TV കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തലയിൽ തോർത്തും കെട്ടി മാമി റൂമിൽ നിന്നും വരുന്നു. നേരത്തെ ബെഡിൽ കിടക്കുന്നത് കണ്ട അതേ മാക്സി. ഷോൾ ഇടാത്തത് കൊണ്ട് എല്ലാം കാണാം. എനിക്കപ്പോൾ മനസ്സിലായി മാമി ബാത്റൂമിൽ നിന്നും വെളിയിലിറങ്ങിയാണ് ഇതൊക്കെ ഇട്ടതെന്ന്. കാരണം മാക്സ് ബെഡിൽ കണ്ടതല്ലേ. എൻ്റെ ആൾ വീണ്ടും അറിയാതെ ഒന്ന് തല പൊക്കാൻ തുടങ്ങി. ഞാൻ നോക്കി നിൽക്കുന്നത് കണ്ട് മാമി ചിരിച്ചുകൊണ്ട്, എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുവാണോ എന്നെ? ഏയ്, ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ മാഡം കാണാൻ. ഞാൻ പറഞ്ഞു. ആ, അത് ഞാൻ നിൻ്റെ അനുസിത്താരയല്ലേ, അപ്പോൾ കുറച്ച് ഭംഗിയിലൊക്കെ നടക്കണ്ടേ? മാമി ചിരിച്ചുകൊണ്ട് തമാശ രൂപേണ പറഞ്ഞത് എനിക്കുള്ളിൽ കൊണ്ടതുപോലെയായി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഫുഡൊക്കെ കഴിച്ചു. മാമി ഒന്ന് കിടക്കാനായി റൂമിലേക്ക് പോയി. ഞാനും ഒന്ന് മയങ്ങാമെന്ന് കരുതി വല്യമ്മയുടെ റൂമിൽ ചെന്ന് വല്യമ്മയുടെ കൂടെ കിടന്നു. 1-2 മണിക്കൂർ കഴിഞ്ഞ് മാമി വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്.
ഹസു എഴുന്നേക്കടാ, എന്ത് കിടപ്പായത്, പോവണ്ടേ? ഞാൻ പതിയെ എഴുന്നേറ്റു. നേരെ ബാത്റൂമിലേക്ക് പോയി ഫ്രഷ് ആവാനായി. ബാത്റൂമിൽ കയറിയപ്പോഴാണ് മാമി നേരത്തെ കുളിക്കാൻ പോയപ്പോൾ അഴിച്ചിട്ട തുണി ഞാൻ കണ്ടത്. അത് നോക്കി ഞാൻ കുറച്ചു നേരം നിന്നു. പതിയെ ഞാനത് കയ്യിലെടുത്തു. എന്നിട്ടങ്ങ് തുടങ്ങി. പെട്ടെന്ന് മാമി ഡോറിൽ തട്ടിക്കൊണ്ട്, എന്താണ് സാർ, കുറെ നേരമായല്ലോ, ഇറങ്ങുന്നില്ലേ? ആ, ഇപ്പോൾ കഴിയും മാമി. മാമി അവിടെ ഇരുന്നു. ഞാൻ വേഗം തന്നെ എല്ലാം നടത്തി. അല്പസമയം ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട് പെട്ടെന്ന് വാതിൽ തുറന്നു. അപ്പോൾ മാമി റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു മോനോടെ പരിപാടി? ഒന്ന് ഫ്ലഷ് പോലും അടിക്കാതെയാണല്ലോ വന്നത്. എന്തിനും ചിന്തിച്ചിരിക്കുകയായിരുന്നു? ഏയ്, അത് ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകായിരുന്നു. ചെറിയ തലവേദന ഉണ്ടായിരുന്നു, അതാ. ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു. ആ, പോകാം. എങ്ങോട്ടാ മാമി? ഞാൻ ചോദിച്ചു. കടയിലൊക്കെ ഒന്ന് പോകണോടാ. പിന്നെ പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ടാവും. അവിടെ ഗ്രൗണ്ടിൽ കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെ വരാം. പെൺകുട്ടികൾ ഷട്ടിലൊക്കെ കളിക്കുമോടെ. ഞാൻ വൈകിട്ട് അവിടെ പോയി കളിക്കാറുള്ളതാ, മാമി പറഞ്ഞു. അപ്പോൾ മാമിക്ക് കളിക്കാനൊക്കെ അറിയോ? ഞാൻ ചോദിച്ചു. ഏയ്, എനിക്ക് കളിച്ചങ്ങനെ പരിചയമില്ലടാ, നോക്കിയിരിക്കും, അത്രേ ഉള്ളൂ. കളി ഞാൻ പഠിപ്പിച്ചു തരാലോ, ഞാൻ പറഞ്ഞു. ആ, അങ്ങനെയാണെങ്കിൽ കളിക്കാം, വായോ. ഞങ്ങൾ രണ്ടുപേരും കൂടി വല്യമ്മനോട് പറഞ്ഞിറങ്ങി. ഞങ്ങൾ അങ്ങനെ ഓരോന്നും പറഞ്ഞ് നടന്നു. കടയിലൊക്കെ പോയി ഗ്രൗണ്ടിലേക്ക് എത്തി. എൻ്റെ മനസ്സ് മാമിയിൽ തന്നെയായിരുന്നു. മാമി തുള്ളിച്ചാടിയാണ് അവിടെ നടക്കുന്നത്. അതിനനുസരിച്ച് എല്ലാം കാണാനും പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിലെത്തി. മാമിയോട് കളിക്കുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ബാറ്റും കൊണ്ട് കളി തുടങ്ങി. ഷട്ടിൽ കോർക്ക് നിലത്തൊക്കെ വീഴുമ്പോൾ മാമി ഇടയ്ക്കൊക്കെ അത് എടുക്കാൻ വേണ്ടി താടാറുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ നന്നായി കാണാറുമുണ്ട്. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഞാൻ നേരെ റൂമിൽ കയറി വാതിലടച്ചു. ഫോൺ എടുത്ത് ഒരു കഥ അങ്ങ് കേട്ടു. അതിൽ ആൻറ്റിയും പയ്യനും തമ്മിലുള്ള ഒരു കഥയായിരുന്നു. അത് കേട്ട് പതിയെ അങ്ങ് തുടങ്ങി. പെട്ടെന്ന് വല്യമ്മ വന്ന് എൻ്റെ ഡോറിൽ വന്ന് മുട്ടി. ഹസു, എഴുന്നേക്ക്, മഗ്‌രിബ് നേരമാ, എണീറ്റേ. ഞാൻ ഡോർ തുറന്ന് ഹോളിലെ സോഫയിലിരുന്നു. മാമിയെ നോക്കിയപ്പോൾ മാമൻ്റെ കോള് വന്നിട്ടുണ്ട്. നല്ല സൊള്ളലാണ്. ഇനി രാത്രി നോക്കിയാൽ മതി മാമിയെ. ഞാനൊരു അരമണിക്കൂർ അങ്ങനെ ഇരുന്നു. ശേഷം ഫോൺ എടുത്ത് സിനിമ കണ്ടു. അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞു. സമയം നോക്കിയപ്പോൾ 9 മണി കഴിഞ്ഞിരുന്നു. ഞാൻ നേരെ ഹോളിലേക്ക് വന്നു. വല്യമ്മ എന്നോട് ഫുഡ് കഴിക്കാൻ ആവശ്യപ്പെട്ടു. മാമി വരട്ടെ, അല്ലേ ഞാൻ ഒറ്റയ്ക്കാകില്ലേ, ഞാൻ പറഞ്ഞു. ആ, അതിനി ഇന്നൊന്നും കഴിയൂല, മാമൻ വിളിച്ചുകൊണ്ടിരിക്കാം. എനിക്ക് കാര്യം മനസ്സിലായി. മാമൻ ഈ സമയത്ത് മാത്രമേ വിളിക്കാറുള്ളൂ. അതും രണ്ടാളും അങ്ങ് ആസ്വദിക്കുകയാണ്. ഞാൻ കുറേ നേരം കാത്തു. സമയം 10 മണിയായി. ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചു. നാളെ ക്ലാസ് ഉള്ളതാണ്, നേരത്തെ കിടക്കണം. ഞാൻ കഴിച്ച് പുറത്തെ ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി റൂമിലേക്ക് വന്ന് കിടന്നു. ഫോണിൽ കുറച്ചു നേരം ഇൻസ്റ്റഗ്രാം നോക്കിയിരുന്നു. പെട്ടെന്ന് വാട്സപ്പിലൊരു മെസ്സേജ് കണ്ട് നോക്കി. ഡാ മോനു, നീ കിടന്നോ? മാമിയായിരുന്നു അത്. ഞാൻ റിപ്ലൈ അയച്ചു. കിടക്കാൻ പോകുന്നു. സോറി കൊട്ട, മാമൻ ഈ സമയത്താണ് വിളിക്കുന്നത്, അതുകൊണ്ടാ. സാരമില്ല, എനിക്കെന്തായാലും നാളെ ക്ലാസ്സിൽ പോകാനുള്ളതാ. അതുകൊണ്ട് വേഗം കിടക്കാമെന്ന് വിചാരിച്ചു. കമ്പനി അടിക്കാൻ ആരുമില്ല, അതുകൊണ്ട് കിടന്നു. അതിനെന്താ, കമ്പനി മാമിയില്ലേ, മാമി പറഞ്ഞു. ആ, അത് ശരി. നീ അങ്ങോട്ട് വാടാ, നമുക്ക് ഹോളിലിരിക്കാം. ഞാൻ TV കാണുന്നുണ്ട് ഇവിടെ ഇരുന്ന്. ആ, ദാ എത്തി. അങ്ങനെ ഞാൻ മാമിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ ബാക്കി